കരങ്ങളെ അടിച്ചു സ്തുതിച്ച് നല്ല കയ്യെ തട്ടി ദേവനെ മഹിമപ്പെടുത്തുക. ഗ്രൗണ്ട് ഫുള്ള് இந்த മൈതാനം മുഴുവതും ദൈവ സാന്നിധ്യത്താൽ മുഴങ്ങുന്നു. ദേവ മഹിമയാൽ നിറമ്പുന്നു. എല്ലാവരും കരങ്ങളെ അടിച്ച് സ്തുതിച്ചു. എല്ലാവരും കയ്യെ തട്ടി ദേവനെ ഒരേ മധ്യസ്ഥ പ്രതികൂലത്തിന്റെ നടുവ്, പ്രതിസന്ധിയുടെ നടുവ്, പ്രശ്നയുടെ നടുവ് ഇന്ന് രാത്രി, ഇന്ന് ഇരവ് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ദേവ മഹിമ ഇറങ്ങുகிறது. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ദേവ പ്രശ്നം ഇറങ്ങുகிறது. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ദേവ പ്രശ്നം ഇറങ്ങുகிறது. നല്ല കയ്യെ തട്ടി ഫ്രാൻസിസ് അച്ഛാ, ഫ്രാൻസ് ബ്രദർ, ഫ്രാൻസിസ് ഓ ജീസസ്. ഫ്രാൻസിസിന്റെ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഫ്രാൻസിസുടെ വിഷയത്തിற்குள் தேவனுடைய கிரியை வெளிப்படுகிறது. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? இந்த இரவு எத்தனை பேர் விசுவாசிக்கிறீங்க? ഫ്രാൻസിസിന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങും. ഫ്രാൻസിസുടെ കുടുംബത്തിற்குள் தேவ கிரியை வெளிப்படுகிறது. ലീല ജീസസ് പ്രാപിച്ചോണേ, பெற்றுக்கொள்ள வேண்டும். നിനക്ക് വിരോധമായി, உங்களுக்கு விரோதமாய், മോശയ്ക്ക് വിരോധമായി, മോശയ്ക്ക് വിരോധമായി ഫറവോന്റെ ശക്തി എഴുന്നേറ്റതുപോലെ, പാർവോന്റെ ശക്തി എളുമ്പുന്നതുപോലെ നിന്റെ ബിസിനസ്സിന് വിരോധമായി, ഉன்னுடைய ബിസിനസ്സുக்கு വിരോധമായി, നിന്റെ ബോട്ടിനകത്ത്, உங்க போட்டுக்குள்ள ശൂന്യത വരുത്തുന്ന ആമേ വെറുമയെ കൊണ്ടുവരുகிற പൈശാചിക മണ്ഡലം അഴിയട്ടെ, പിശാചിന്റെ അഴിയട്ടെ, അഴിഞ്ഞു മാറുகிறது. സഹോദരി വിടുതൽ ഏറ്റെടുത്തോ. സിസ്റ്റർ വിടുതலை பெற்றுக்கொள்ளுங்க. ദൈവശക്തി പ്രിയ മാതാവിന്റെ മേൽ അടിക്കുന്നു. தேவனுடைய வல்லமை அருமை தாயார் மேல வெளிப்படுகிறது. ദൈവശക്തി ഇറങ്ങട്ടെ. தேவனுடைய வல்லமை வெளிப்படட்டும். ഓ ജീസസ്. എന്ത് വേല ചെയ്യുന്നേ? ஐயா நீங்க என்ன வேலை செய்றீங்க? നീ ഒരു പീറ്റർ ആണ്. நீங்க ஒரு பேதுரு. കടൽ തൊഴിൽ. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കയ്യെ തട്ടി ദേവനെ മഹിമപ്പെടുത്തോ. അച്ഛന്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. உங்க பேரு பிரான்சிஸ் தானே? ഇന്ന് രാത്രി, இந்த இரவு നീ പീറ്ററിനെ പോലെ, പേതുരുവൈ പോലെ നിന്റെ പടക് ശൂന്യമായി, உன்னுடைய படகு வெறுமையாயிருக்கிறது. എത്ര അധ്വാനിച്ചാലും, எவ்வளவு பிரயாசப்பட்டும் അവിടെ മൊത്തം ശൂന്യതയാണ്, முழுவதும் வெறுமைதான். ശരിയാണോ പറഞ്ഞത്? நான் சொல்றேன் சரிதானா? വിശ്വാസമുണ്ടോ? விசுவாசிக்கிறீங்களா? നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു நீ തരും. நஷ்டப்பட்டது எல்லாம் கர்த்தர் திருப்பி தருவாரு. നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ കർത്തർ തിരുപ്പി തരുവാർ. സ്വന്തമായിട്ട് ദൈവം നിനക്ക് വള്ളവും വലയും തരുമെന്ന്. സ്വന്തമാ കർത്തർ உங்களுக்கு போட்டும் வலையும் தருவேன் என்று. നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, உன்னோடு கூட வேலை செய்ய വിശ്വസ്തരായ ഉണ്മയുള്ള തൊഴിലാളികളെ ഞാൻ തന്ന്, തൊഴിലാളികളെ ഞാൻ തന്ന് നിന്നെ ഞാൻ മാനിക്കുമെന്ന് ഉന്നെ ഘനപ്പെടുത്തുവേൻ എന്ന് സൈന്യങ്ങളുടെ ആലോചന അറിയിക്കുന്നു. സേനയുടെ കർത്തർ ദൂത് சொல்லுகிறார். കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കരങ്ങളെ തട്ടി ദേവനെ മഹിമപ്പെടുത്തുവോം. കരങ്ങളെ അടിച്ച് നല്ല കരങ്ങളെ തട്ടി ജീസസ്. സന്തോഷ് 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 നല്ലോണം ദൈവത്തെ സ്തുതിച്ച് നല്ല കയ്യെ തട്ടി ദേവനെ കരങ്ങളെ അടിച്ച്. ഗ്രൗണ്ടിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. இந்த மைதானத்துக்குள் மிகப்பெரிய தேவ வல்லமை வெளிப்படுகிறது. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഉനക്കാக ജപിക്കുம்போது എം എന്ന് പറഞ്ഞൊരു ലെറ്റർ ഞാൻ കാണുന്നു. എം എന്ന് சொன்ன ஒரு லெட்டர் நான் பார்க்கிறேன். മിഖായിൽ. ഓ ജീസസ്. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കയ്യെ തട്ടി ദേവനെ മഹിമപ്പെടുത്തുക. മുന്നേറാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ്, മുന്നേറ വിടമാട്ടേൻ എന്ന് ചൊല്ലി നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന, ഉനക്കെതിരായി സവാൽ വിടുകിற നിന്റെ ഫിനാൻഷ്യൽ മേഖലകളെ തകർത്ത്, ഉൻ പൊരുളാധാര നിലമകളെ തകർത്ത് നിനക്ക് കൺസ്ട്രക്ഷൻ വർക്കുകൾ ലഭിക്കാതിരിക്കേണ്ടതിന്, ഉനക്ക് കൺസ്ട്രക്ഷൻ വേലകൾ கிடைக்காத വണ്ണം നിന്റെ സ്പൈനൽ കോഡിനെ നട്ടലിനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഉന്റെ മുതുകലമ്പை തകർക്ക പോരാടുകിற കഴിഞ്ഞ നാളുകളിൽ, കടന്ന നാட்களிൽ നീ പോയ വഴികളെല്ലാം, നീ പോന വഴികളെല്ലാം പരാജയത്തിന്റെ വഴിയായിരുന്നു എങ്കിൽ, തോൽവിயின் വഴിயாக இருக்குமென்றால் അതിനെ ജയമാക്കി തീർക്കുവാൻ, அதை ஜெயமாய் நடத்துவதற்கு എന്റെ ദൈവ ശക്തനാണ്. என் இயேசு வல்லமையுள்ளவர். കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. കയ്യെ തട്ടി ദേവനെ മഹിമപ്പെടുത്തുവോം. ഫ്ലോറൻസ് അച്ഛാ, ഫ്ലോറൻസ് വിടുതൽ വേണ്ടേ? വിടുതൽ വേണ്ടാമോ? ഫ്ലോറൻസ് അച്ഛാ വേണം. ശരി, പേരെന്താ? ഫ്ലോറൻസ്. ഫ്ലോറൻസ് എളുമ്പുക. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കയ്യെ തട്ടി. ഓ ഇന്ന് ഭയങ്കര
ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. இந்த இரவு இந்த மைதானத்தில் மிகப்பெரிய தேவ கிரியை வெளிப்பட പ്രാർത്ഥിച്ചോണ്ടിരുന്നു. ஜெபம் பண்ணிட்டே இருங்க. ഇന്ന് രാത്രി ചില ഭയങ്കര അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. நிறைய அற்புதங்கள் இதற்கு நடக்க போகிறது. ആന്റി എണീറ്റ് വാ. எழும்பி வாங்க. ഹെലൻ ആന്റി എണീറ്റ് വാ. ஹெலன் ஆண்டி எழும்பி வாங்க. உங்க பேர் என்ன? ഹെലൻ മേരി. യെസ്. ഇന്ന് ഈ മൈതാനത്തിൽ എല്ലാവരും എവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. இந்த மைதானத்தில் இருக்கிற எல்லாரும் இவங்களுக்காக ஒன்று பிரேயர் பண்ணுங்க. ഇവരെ തലമുറകളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ഇവരുടെ പിള്ളകൾ മേൽ தேவனுடைய வல்லமை வெளிப்படட்டும். വലിയ ഫിനാൻഷ്യൽ മേഖലയിൽ ஒரு பெரிய பொருளாதார விஷயத்துல ഒരു വിടുതൽ നടക്കാൻ പോകുന്നു. ஒரு விடுதலை நடக்க போகிறது. കൊടുക്കൽ വാങ്ങൽ വിഷയത്തിനകത്ത് എന്നോട് അങ്ങനെയാ ദൈവാത്മാവ് പറഞ്ഞത്. എന്നോട് அப்படியாக ஆவியானவர் சொன்னார். നിങ്ങൾ അങ്ങനെ കേട്ടില്ലേ? കൊടുക്കൽ വാങ്ങൽ വിഷയത്തിനകത്ത് கொடுக்கல் வாங்கல் விஷயத்துக்குள்ள അദ്ദേഹത്തിന് വിടുതൽ നടക്കാൻ പോകുന്നു. ഇവർക്ക് വിടുதலை நடக்க போகிறது. ഒരു വീട് വിൽക്കാൻ ഇട്ടിരിക്കുന്നു. ஒரு வீடு விற்க வச்சிருக்கீங்க. വേറെ വീട് വാങ്ങണം. ദൈവം അത് ചെയ്യും. ദേവൻ அதை செய்வார். 2023 അവസാനിക്കുന്നതിന് മുമ്പ് முடிவதற்கு முன்பு ആ വീട് വിറ്റ് പോകാതിരിക്കേണ്ടതിന് அந்த வீடு விற்று போகாமல் இருக்க வேண்டி ആ വിലയെ ഡൗൺ ആക്കുന്ന அந்த விலையை டவுன் ஆக்குகிற ചില ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഉണ്ട്. சில சத்துரு உங்களுக்கு எதிராக உண்டு. വീട് വാങ്ങാൻ வரும்போது ഈ വീടിന് ഇത്ര വില ഇല്ലെന്ന് പറഞ്ഞു இந்த வீடு இவ்வளவு விலைக்கு ஆகாது என்று சொல்லி പറഞ്ഞു വിടുന്ന മണ്ഡലങ്ങളുണ്ട്. சொல்லி விடுகிற மண்டலங்கள் உண்டு. നിന്റെ ആ വീട്ടിന് ചുറ്റും உங்க வீட்டை சுற்றியும் മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ചെയ്ത് மந்திரவாதங்களும் பில்லி சூனியங்களும் செய்து ആ വീടിന്റെ വിൽപ്പനയ്ക്ക് തടസ്സം നിൽക്കുന്ന அந்த வீட்டு விற்பனைக்கு தடையாய் இருக்கிற ദുരാത്മ ശക്തികൾ பிசாசின் வல்லமைகள் ഇപ്പോൾ കർത്താവ് അഴിച്ചു മാറ്റുന്നു എന്ന് இப்போது கர்த்தர் அழித்து மாற்றுகிறார் என்று പരിശുദ്ധാത്മാവനോട് ഈ രാത്രി ആലോചന അറിയിക്കുന്നു. பரிசுத்தாவியனோடு இந்த வார்த்தை இரவு தீர்த்து சொல்லுகிறார். കരങ്ങളെ അടിച്ചു സ്തുതിച്ച് கரங்களை தட்டி தேவனை மகிமைப்படுத்துங்க. നിങ്ങൾ പോകരുത് കേട്ടോ, നിങ്ങൾ പോകരുത്. അവിടെ നിന്നോ. முன்னாடி நிக்கிற എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. முன்னாடி நிக்கிறவங்க நீங்க போக கூடாது. நீங்க முன்னாடி நின்னுக்கோங்க. எல்லா நல்ல கையை தட்டி தேவனை மகிமைப்படுத்துங்க. ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചോ. மீதி உள்ளவங்களை ஜெபிக்க ஆரம்பிங்க. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചോ. கண்களை மூடி ஜெபியுங்கள். കരങ്ങളെ അടിച്ച് நல்ல கையை தட்டி ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഈ രാത്രി, தேவனுடைய மகிமை வெளிப்படுகிற இரவு